വിശന്നിട്ട് വയ്യ. ആ ചേച്ചിയുടെ വീട്ടിലോട്ടല്ലേ വന്നു. വല്ലതും തരുമായിരിക്കും. ഉള്ളതെടുത്ത് കൊച്ചിനും കൊടുത്തു. മെസ്സൊക്കെ കയറി വരുമ്പോഴത്തേക്കിന് മടുത്ത് പോത്തേ ഉള്ളൂ. ചേച്ചി എന്തുണ്ട്? ഒന്നുമില്ല. സുഖമാണോ? ഞാൻ ഇങ്ങോട്ടങ്ങ് ഇറങ്ങിയതാ. ചേച്ചിയെ കണ്ടിട്ട് ഒരുപാടല്ലയോ. നീ എന്താ പറയാതൊക്കെ വരുന്നേ? ചേച്ചി അവിടെ ലാൻഡ് ഫോൺ ആണെന്നുണ്ടെങ്കിൽ കുളിക്കാതൊക്കെ അല്ലയോ ഈ വരുന്ന ബസ്സിൽ കയറി? അല്ല, ഞാൻ കുളിച്ചിട്ടൊക്കെ വന്നേ. ആണോ? ശരി, ഇരി. നീ ആവർത്തിക്കരുത് കേട്ടോ. ഇല്ലേ, നീ വിളിച്ചിട്ടേ വരാവുള്ളൂ. എന്നെ നാർന്ന്. നീ കസാരയിലോട്ട് പോയി. ഭയങ്കര ബുദ്ധിമുട്ട് സ്മെല്ലടിക്കുമ്പോ. അയ്യോ, ഞാൻ കുളിച്ചായിരുന്നു ചേച്ചി. കുളിച്ചാലും ഒരു ഇതങ്ങ് അടച്ചേക്കട്ടെ. ഭയങ്കര ചൂട് കാറ്റ് കയറുന്നു. ശരി, അടയ്ക്ക്. അടിച്ചാലും സ്മെല്ല് പോകത്തില്ലല്ലോ. പിന്നെ എന്താ വന്ന്? ഇല്ല, ഞാൻ ഇങ്ങോട്ട് വന്നേ ഉള്ളൂ. അപ്പം കുഞ്ഞിനൊക്കെ വെക്കേഷൻ ആയി നോക്ക്. അവളിപ്പം ഇനി അടുത്ത 10ാം ക്ലാസ്സിൽ നിന്ന് പാസ് ആവുന്നതിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടിട്ട് വെയിറ്റ് ചെയ്യുക. അപ്പൊ അവള് വീട്ടിൽ നിപ്പുണ്ട്. അപ്പൊ ഞാൻ അവളെ അങ്ങോട്ട് ആക്കിട്ട് ചേച്ചിയുടെ അടുത്ത് വരെ ഒന്ന് വന്നതാ. ഇങ്ങോട്ടൊന്ന് ഇറങ്ങിയേക്കാന്ന്. ചേട്ടൻ വിളിച്ചോ? ചേട്ടൻ വിളിക്കുക എപ്പോഴും. പുതിയ മാലയാണോ? ഏത് പുതിയ മാലയാ? ഒരുപാട് സാധനമൊക്കെ കൊടുത്തിട്ട് എനിക്ക് കഴിക്കാനും കുടിക്കാനും ഒരുപാട്. എന്ത് ചേച്ചി, ഒരുപാട് സാധനം ഉണ്ടോ ചേച്ചി ഇത് കഴിക്കാൻ? ചേട്ടൻ കൊടുത്തു വിട്ടാ. ആണല്ലേ? കഴിക്കാനും കുടിക്കാനും. പോകുമ്പോ ഇതേലെ 2 തരാമോ? അവിടെ മീനുട്ടിക്ക് തരത്തില്ല. എന്റെ ഭർത്താവ് അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് ഇങ്ങോട്ട് കൊടുത്തു വിടുന്ന നിന്റെ മക്കളും നിനക്കും കഴിക്കാനാണോ? തരത്തില്ല. എനിക്ക് വേണ്ട ചേച്ചി. 4 ആയാലും അതിന്റെ ആവശ്യമൊന്നുമില്ല. സാരമില്ല ചേച്ചി, വേണ്ട. ചേച്ചി ഡ്രസ്സോ വല്ലതും പഴയ ഡ്രസ്സ് പിന്നെ കുറെ നൈറ്റികളൊക്കെ പിന്നെ ഭർത്താവ് കൊടുത്തു വിട്ടിട്ടുണ്ട്. ഇവിടെ പെങ്ങന്മാർക്ക് കൊടുക്കാനാ. പക്ഷെ കൊടുത്താൽ ഭയങ്കര ജാടയാ. അതുകൊണ്ട് ഞാൻ കൊടുക്കത്തില്ല. നിനക്ക് വേണേ ഒരു നൈറ്റിക്ക് 250 രൂപ വെച്ച് 3-4 നൈറ്റ് തരാം. അല്ലാതെ ഒരെണ്ണം പോലും ഞാൻ തരത്തില്ല. പൈസക്ക് അല്ലാതെ വല്ലതും ഉണ്ട്? ഒന്നുമില്ല, ഒന്നുമില്ല. അതിന്റെ ആവശ്യമൊന്നുമില്ല. സാരമില്ല, എനിക്ക് 2 മതി ചേച്ചി. ബാക്കി ആർക്കാന്ന് വെച്ചാൽ ചേച്ചി പൈസക്ക് കൊടുത്തു. കുഴപ്പമില്ല. പൈസ തരാമെങ്കിൽ തരാം. സാരമില്ല ചേച്ചി, കുഴപ്പമില്ല. ഞാൻ 2 ഇല്ല, എനിക്ക് ഒരെണ്ണത്തിനുള്ള പൈസക്ക്. കാരണം ചേച്ചിക്കും അറിയാലോ, അവിടെ ചേട്ടനാണെന്നുണ്ടെങ്കിൽ ഗൾഫിൽ കയറി പോയിട്ടേ ഉള്ളൂ. കയ്യിലുള്ളത് മൊത്തം സ്വർണ്ണം എല്ലാം വിറ്റും പറക്കിയാ ഞാൻ കൊടുത്ത് കയറ്റി വിട്ടെ. അപ്പൊ അവിടെ നിന്നാണെങ്കിലും പൈസയൊന്നും അയച്ചു തരലോ ഒരു വിളിയോ പറച്ചിലോ ഒന്നുമില്ല. അവിടെ ഇച്ചിരി ബുദ്ധിമുട്ടി പോവാ. അപ്പൊ ഇവിടെ അതുകൊണ്ടാണ് ഞാൻ വന്നത് തന്നെ. ചേച്ചി ഇവിടെ തേങ്ങയോ വല്ലതും കിടപ്പുണ്ടോ? 2 ഒന്നും കിടപ്പില്ല. ഇന്നലെ കിടന്നതല്ല ഇവിടുത്തെ ജാനകി പറക്കി കൊണ്ടുപോയി. ഇവിടെ പണിക്ക് നിൽക്കുന്നത്. നീ വല്ല കഴിച്ചിട്ടാണോ വന്നേ? അല്ല, ഞാൻ കഴിച്ചിട്ടല്ല വന്ന്. ഞാൻ വിചാരിച്ചു കഴിക്കാന്ന്. ഇവിടെ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാക്കിയിട്ടില്ല. ചെയ്യേണ്ട കുറെ ഫ്രണ്ട്സ് വരും. അവർക്ക് വേണ്ടുന്നത് കറക്റ്റ് കുറച്ച് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. നിനക്ക് തരാനായിട്ട് അതിൽ നിന്ന് എടുക്കാനില്ല. അതുകൊണ്ട് പെട്ടെന്ന് എന്തോ പറയാനുള്ളതെന്ന് വെച്ചാൽ പറഞ്ഞിട്ട് ഇറങ്ങിപ്പാൻ നോക്ക്. ഇല്ല, എനിക്ക് വിശക്കുന്നില്ല. കാരണം ഞാൻ വരുന്ന വഴിക്ക് നാരങ്ങ വെള്ളവും ചായയും ഒന്ന് കുടിച്ചായിരുന്നു. അതുകൊണ്ട് എനിക്ക് വിശക്കുന്നില്ല. സാരമില്ല. അല്ലെങ്കിൽ വെക്കേഷൻ ആയതുകൊണ്ട് അവിടെ ഒറ്റയ്ക്കേ ഉള്ളു ഞാൻ. പിന്നെ അതുകൊണ്ടാണ് ചുമ്മാ ഇങ്ങോട്ടും ചേച്ചിയുടെ അടുത്തോട്ടൊന്ന് വരാന്ന് വിചാരിച്ചത്. ഒരു കാര്യം, ഇനി 10ാം ക്ലാസ്സിലല്ലേ? ഇനി 10ാം ക്ലാസ്. ഒരു കാര്യം, അവളെ പിന്നെ ഇങ്ങോട്ട് വിട്. അപ്പോഴത്തേന് കുറച്ച് ഡ്രസ്സും ബാഗും ചെരുപ്പും ഒക്കെ മേടിച്ചു കൊടുത്തു വിടാം. നിങ്ങൾക്കൊന്നും ഇല്ലല്ലോ. ഇങ്ങോട്ട് പറഞ്ഞു വിട്. സ്കൂൾ തുറക്കാറാകുമ്പോൾ അങ്ങോട്ട് ഇതെല്ലാം മേടിച്ച് പറക്കി കൊടുത്തു വിടാം. എന്നാലും മതി ചേച്ചി. എന്നാ പിന്നെ വേറെ എനിക്കൊന്നും വേണ്ട. നൈറ്റി ആയാലും കുഴപ്പമില്ല ചേച്ചി. ഞാൻ ഉള്ളത് അഡ്ജസ്റ്റ് ചെയ്തോളാം ചേച്ചി. എന്നാ പിന്നെ അവളുടെ കാര്യം നോക്കിയാൽ മതി. ഞാനെന്നാ അവളെ ഇങ്ങോട്ട്, ഞാൻ നാളെ അവളെ ഇങ്ങോട്ട് കൊണ്ടുവന്നോട്ടെ. ആയിക്കോട്ടെ. ഓക്കെ, ശരി ശരി. എന്നാ ഞാൻ അവളെ ഇങ്ങോട്ട് വിട്ടേക്കാം ചേച്ചി. നാളെ വേണ്ടത് കുറച്ച് കാര്യങ്ങള് കൊച്ചിന് ഞാൻ ചെയ്യാം. ഓക്കെ, എന്നാ കുഴപ്പമില്ല. ഞാൻ എന്നാ ഇറങ്ങിയേക്കുവാ. സമയം ഇപ്പം 2 മണി കഴിഞ്ഞല്ലോ. ഞാൻ പോയേക്കുവാ. ശരി, ഞാൻ അവളെ ഇങ്ങോട്ട് വിട്ടേക്കാം. ശരി ചേച്ചി. എന്നാ ശരി അമ്മേ. ഞാൻ ഇവിടെ നിന്നോളാം. അമ്മ സമാധാനമായിട്ട് പോകും. കുഴപ്പമില്ല. എന്റെ മലയിലാണ് നോക്കുന്നത്. ഉള്ളി കുറച്ചുകൊണ്ടാണ് നിന്റെ അമ്മച്ചി പറഞ്ഞു? ഇല്ല ഇല്ല, പറഞ്ഞിട്ടില്ല. പിന്നെ നീ ഇങ്ങനെ നോക്കുന്നു. മനുഷ്യനെ കണ്ടില്ല നടക്ക്. അടുക്കള പണിയും ചെയ്തു പോയി. കൂടുതൽ നിന്ന് പ്രകസനം നിൽക്കാതെ.
ശിവന് തൂക്ക്. വീട്ടിലൊന്നും ചെയ്യത്തില്ലായിരുന്നോ? ചെയ്യും, എല്ലാം അമ്മ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നും കഴിക്കാതാണോ നീ വന്നത്? ഇനി വൈകുന്നേരം കാണുമല്ലോ കഴിക്കാം. അതുവരെയുള്ള പണിയൊക്കെ ചെയ്. ഓ മതി. വല്യമ്മേ, പാത്രം എല്ലാം കഴുകി വെച്ചു. തുടച്ചു വിട്ട് തൂത്തും വാരി. നിന്നെ പാത്രം കഴിയട്ടെ. ബാത്റൂം കഴുകിയില്ല. പറഞ്ഞു നോക്കാം. വല്യമ്മേ, ഓ ഞാൻ എന്റെ ഇച്ചിരി കഴിച്ചോട്ടെ, എന്നിട്ട് പാത്രം കഴുകിയാൽ മതിയോ? ഇന്നത്തെ പഴങ്ങി അവിടെ ചരുവത്തി കിടപ്പുണ്ട്, അത് വരെ തന്നെയെന്ന് വെച്ചല്ലേ. കറിയോ? കറി അവിടെ ഇരിപ്പുണ്ട്. പണിയെല്ലാം ഞാൻ എടുക്കണം. എനിക്കാണെങ്കിൽ കഴിക്കാനും തരത്തില്ല. ഉള്ളത് കൊണ്ട് ജീവിച്ചാൽ മതിയായിരുന്നു. എന്നിട്ട് കഷ്ടപ്പെടുത്തുക. ഉറങ്ങാൻ നേരം കിടക്കാൻ ചെന്നാൽ കാല് തിരുമ്മാൻ പറയും. തിരുമ്മി നേരം വെളുത്താലും വിടത്തില്ല. കണ്ട ഇനി അത് മതി. അവിടെ പശുമ്പാൽ ഇരിപ്പുണ്ട്, അതെടുത്ത് നല്ലപോലെ കാച്ചിട്ടേ 2 ഗ്ലാസ് നിറച്ചൊഴിക്കണം. ഒഴിച്ചിട്ട് ഹോർലിക്സ് അവിടെ ഇരിപ്പുണ്ട്, അതും എടുത്ത് ഇവിടോട്ട് കൊണ്ടുപോയി 2 ഗ്ലാസും അതും കൂടെ. നിനക്ക് വേണമെങ്കിൽ വല്ല കട്ടൻ ചായയോ കട്ടൻ കാപ്പിയോ ഇട്ട് കുടിക്ക് കേട്ടോ. ഇപ്പൊ കൊണ്ടുവരാമേ. എന്നാ ബാഗ് എന്നാ വല്ല സ്കൂളിൽ പാനോ വല്ലോ ഇത് വേണേ എടുത്തോ. ഓക്കോ ഉണ്ടോ? സ്കൂൾ ബാഗ് എന്താ നോക്കിയിരിക്കുന്ന? പുതിയ നോക്കിയിരിക്കുവാണോ? പുതിയൊന്നും മേടിക്കാൻ എൻ്റെ പൈസ ഇല്ല. വേണേ അതെടുത്തോണ്ട് പോവാം. എന്റെ പൊന്നി ചേച്ചി, എന്നോട് എന്തിനാ ചേച്ചി ഈ ദോഷം കാണിക്കുന്നത്? എന്റെ ഈ കൊച്ചിനെ ഇവിടെ വിളിച്ചു നിർത്തി ഈ 2 മാസം അതിനെ കൊണ്ടില്ലാത്ത പണി മൊത്തം ചെയ്യിപ്പിച്ച് തൂക്കുകയും തുടക്കുകയും എല്ലാ കൊച്ചിനെയും കൊണ്ട് ചെയ്യിപ്പിച്ചിട്ട് ചേച്ചി ഒരു നല്ലൊരു കൂറത്തുണിയെങ്കിലും ചേച്ചി അതിന് മേടിച്ചു കൊടുത്തു. ഇത്രയും ദ്രോഹിക്കാനായിരുന്നു ചേച്ചി എന്റെ കൊച്ചിനെ ഇങ്ങോട്ട് വിളിച്ചത്. നിങ്ങൾ ഇവിടുന്ന് ബാഗും പുസ്തകവും എല്ലാം തരാൻ എന്റെ കഷ്ടപ്പാട് ഓർത്തിട്ടാണ് ഞാൻ എന്റെ കൊച്ചു ഒരു നേരമെങ്കിലും കഞ്ഞി കുടിച്ചു കഴിഞ്ഞോട്ടെന്ന് വിചാരിച്ചിട്ടുണ്ട്. എന്നിട്ട് അതിന് നിങ്ങൾ വല്ലതും കൊടുത്തായിരുന്നു? ദൈവദോഷം കാണിക്കരുത് ചേച്ചി. ഇങ്ങനെ പറ്റത്തില്ലെന്ന് പറയണം. അതിനെ ഇങ്ങനെ ഇട്ട് അറിയിപ്പിക്കരുതായിരുന്നു ചേച്ചി. ദോഷമായി പോയി കേട്ടോ. ഞാൻ ഇനി എന്റെ പിള്ളേരെ ഞാൻ ഇനി ഇങ്ങോട്ട് എടുത്തില്ല. വാ മക്കളെ, എപ്പോ ചേച്ചി ഈ ചെയ്തതിരിക്കട്ടെ, ഇനി മേലെ ഇങ്ങനെ ആരോടും ചെയ്യരുത്. വാ മോളെപ്പോ. എന്റെ കൊച്ചിന്റെ പഴയതെല്ലാം കൊടുത്തില്ലേടി? നീ ഇവിടെ ആടുന്നേ എന്തുവാ? കൂടുതൽ സംസാരിക്കാതെ ഇടക്കണ്ട് പോടി. ചേച്ചി ഈ 2 മാസം ഈ കൊച്ചിനായിട്ട് കഷ്ടപ്പെടുത്തി എന്തിനാ? ഈ ജാനകി ജോലിക്ക് പോവാൻ ചേച്ചി എന്റെ അടുത്ത് ഒന്ന് പറഞ്ഞുവിടാ. പറഞ്ഞാ നീ വിടൂടെ എന്റെ കൊച്ചിനെ? വിട്ടത് എനിക്ക് മനസ്സിലായി. ഇനി ഞാനോ എന്റെ പിള്ളേരോ ഞങ്ങൾ ഇനി വരത്തില്ല. ഞങ്ങൾ പോവാ. ആ എടുത്ത സാധനം മൊത്തം ഇവിടുന്ന് തന്ന സാധനം മൊത്തം അവിടെ വെച്ചിട്ട് നീ വന്നാ മതി. ചെരുപ്പ് വല്യമ്മ എന്ന ഭാഗം ഉണ്ട്, അതിനകത്ത് സാധനമുണ്ട്. ഇനി ഞാനോ എന്റെ മമ്മിയോ ഇങ്ങോട്ട് വരത്തില്ല. നിങ്ങൾ ആരും ഞങ്ങളെ സഹായിക്കുകയും വേണ്ട, ശത്രുക്കളാകുകയും വേണ്ട, ഒന്നും വേണ്ട. ഞങ്ങൾ ഞങ്ങളുടെ കാര്യം നോക്കി ഞങ്ങൾ ജീവിച്ചോളാം. ഇനി ഞങ്ങൾ വരത്തില്ല ഇങ്ങോട്ട്. വല്യമ്മ സമാധാനമായിട്ട്, മോളും എല്ലാവരും ഗൾഫിൽ സമാധാനമായിട്ട് എല്ലാവരും ഇരിക്കുന്നുണ്ടല്ലോ, അങ്ങനെ തന്നെ ഇരുന്നു. ഞങ്ങൾ ആരും ഇനി ഇങ്ങോട്ടും വരുന്നില്ല. ഞങ്ങൾ ഉള്ളതും കൊണ്ട് ഞങ്ങൾ ജീവിച്ചോളാം. നന്ദിയുണ്ട്, ഒരുപാട് നന്ദിയുണ്ട്. ശരി.